ഹായ് ഫ്രണ്ട്സ്, സ്നേഹക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഘോഷങ്ങളിൽ ഒരു പ്രധാന വിഭവമായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ്. ആഘോഷങ്ങൾ കുറഞ്ഞതോടെ പലരും ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ച കാലം തന്നെ മറന്നു. ഇവിടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ബസ്മതി റൈസ് ഒരു 80% കുക്ക് ചെയ്തെടുത്തതാണ്. 200 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ പീസ്, സോയാ സോസ്, ഒരു 2 എഗ്ഗ്, ഇനി ആവശ്യത്തിന് ചേർക്കാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, മല്ലിയില, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗ്രീൻ ചില്ലി, സ്പ്രിംഗ് ഒനിയൻ. ഞാനിവിടെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ്, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ. നമ്മളിത് ഓയിലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന 2 എഗ്ഗിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ്, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസസിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ചില്ലി പൗഡർ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചില്ലി പൗഡറിന് പകരം പെപ്പർ പൗഡർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ പീസസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി അല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എരിവിന് ആവശ്യത്തിലുള്ള പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൈസാണ്. ഈ റൈസ് ഒരു 80% വേവിച്ചെടുത്തതാണ്. വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് റൈസും ചേർത്ത് വേവിച്ചെടുത്ത് അത് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് റൈസ് ഇത്ര നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. കണ്ടോ, ഇതേപോലെ റൈസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഫൈനലി നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വിനാഗിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.